എല്ലാവർക്കും നമസ്കാരം. ഹയർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ OT and AT എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എന്താണ് ഈ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആഫ്റ്റർ ഓൾ എന്ത് എലിജിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്, നിങ്ങൾ എന്ത് ജോലിയാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അപ്പം അനസ്തേഷ്യ, ബേസിക് ആയിട്ടുള്ളൊരു ഡൗട്ട് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത്, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്നത് ഒരൊറ്റ ജോലിയായിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടി വരിക. ഇത് അനസ്തേഷ്യ എന്ന് പറയുന്നത് വേറെ ജോലിയാണോ, OT എന്ന് പറയുന്നത് വേറെ ജോലിയാണോ, ഇത് രണ്ടും ഒരുമിച്ചാണോ പഠിക്കുക, രണ്ട് സിലബസ് ആയിട്ടാണോ പഠിക്കുക, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചില കുട്ടികൾക്ക് ഉണ്ടാവാം. അപ്പം ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, OT ടെക്നീഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു ജോലിയാണ്. അനസ്തേഷ്യ ടെക്നീഷ്യൻ വേറെയാണ്, OT ടെക്നീഷ്യൻ വേറെയാണ്. അത് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ബസ്സായിട്ട് സങ്കല്പിക്കുക. ഒരു ബസ്സിലൊരു ഡ്രൈവർ ഉണ്ടാവും, ഒരു ക്ലീനർ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഒരു ബസ്. രണ്ടുപേർക്കും രണ്ട് ജോലികളാണുള്ളത്, പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത് സെയിം ബസ്സിനകത്താണ്. അതുപോലെയാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിന് ഒരു ബസ്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേരാണ് ഈ പറയുന്ന അനസ്തേഷ്യ ടെക്നീഷ്യനും OT ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഈ ബസ്സിനകത്ത് എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അത് ആൾബലം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ ജോലിയല്ല. അനസ്തേഷ്യ എന്ന് പറയുന്ന മറ്റൊരു ജോലിയാണ്, OT ടെക്നീഷ്യൻ എന്ന് പറയുന്ന മറ്റൊരു ജോലിയാണ്. അതിൻ്റെ ജോലിയിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് രണ്ട് സിലബസ് ആയിട്ടാണ് നമുക്ക് പഠിക്കേണ്ടി വരിക എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അങ്ങനെയല്ല, നമുക്ക് ഈ പറയുന്ന അനസ്തേഷ്യയ്ക്കും ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ ഒരേ സിലബസാണ് വരുന്നത്. ഈ ഒരു സിലബസ് മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ജോലിയിലേക്കും പോകാനായിട്ട് സാധിക്കും. ഇത് കേരളത്തിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ വരുന്ന സമയത്ത് അനസ്തേഷ്യ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കോഴ്സായിട്ടും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്നത് മറ്റൊരു കോഴ്സായിട്ടാണ് പഠിപ്പിക്കുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന സമയത്താണ് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന ഒരൊറ്റ കോഴ്സായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. അതായത് 3 ഇയർ നമ്മുടെ കോഴ്സും 1 ഇയർ ഇൻറ്റേൺഷിപ്പും ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ വരുന്നത് ബേസിക് സബ്ജക്റ്റുകളാണ്. അതായത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, മൈക്രോബയോളജി എന്ന് പറയുന്ന 5 സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വരുന്നത്. ഈ 5 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റേത് സ്ട്രീം എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റ് കോഴ്സുകളുണ്ട്. അതായത് എമർജൻസി മെഡിസിന്, MLT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റീനൽ ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ കാർഡിയാക് കെയർ ടെക്നോളജി പോലുള്ള അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് സെയിം സിലബസ് ആണ് വരുന്നത്. ചില കോളേജുകൾ, ഇപ്പോൾ കാവേരി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയേഴ്സിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുള്ള വിദ്യാർത്ഥികളും ഒരു ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. കാരണം സിലബസ് സെയിം ആണ്, നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതും നിങ്ങളുടെ എക്സാമും ഒക്കെ സെയിം ആണ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ. പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ കോഴ്സ് വൈസായിട്ട് നമ്മുടെ ക്ലാസ് തരംതിരിക്കുന്നതും അതുപോലെ തന്നെ കോഴ്സ് തരത്തിൽ നിങ്ങളുടെ സബ്ജക്റ്റുകൾ വേരി ചെയ്യുന്നതും. ഇപ്പം പൊതുവേ സെക്കൻഡ് ഇയറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാർമക്കോളജി, മെഡിസിൻ, അതുപോലെ തന്നെ പത്തോളജി, മൈക്രോബയോളജി ഒക്കെയാണ് നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. സബ്ജക്റ്റിൻ്റെ എണ്ണം കുറയും. ഫസ്റ്റ് ഇയറിൽ 5 സബ്ജക്റ്റാണുള്ളത്. അത് കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ വരുന്നത്. ഈ ഒരു കോഴ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പോസ്റ്റിംഗ് പൊതുവേ സെക്കൻഡ് ഇയർ മുതലാണുള്ളത്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നിങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഹാഫ് ഡേ ക്ലാസ്, ഹാഫ് ഡേ പോസ്റ്റിംഗ് എന്നുള്ള രീതിയിലായിരിക്കും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവുക. കാവേരിയിൽ നിങ്ങൾക്ക് കാവേരി ഹെർട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം സെക്കൻഡ് ഇയർ പൊതുവെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കില്ലേ പോസ്റ്റിംഗ് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിലെ എല്ലാ മേഖലയിലെയും നിങ്ങൾക്ക് പോസ്റ്റിംഗ് എടുക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ICUs, ഒരുപാട് ICUs ഉണ്ട്. MICU, NICU, CICU എന്നൊക്കെ പറഞ്ഞിട്ട് ICUs ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. OP ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് പോസ്റ്റിങ്ങുകൾ ഉണ്ടാവും. തേർഡ് ഇയർ ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് കൂടുതൽ പോസ്റ്റിങ്സ് നമ്മുടെ OTയിലായിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഫോർത്ത് ഇയർ ആകുമ്പോൾ ടോട്ടലി നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. അത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും നമ്മുടെ ജോലി ഉണ്ടാവുക. OT and AT എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നും ഒരുപാട് വൈഡായിട്ടുള്ളൊരു ഏരിയ ആണിത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ പേഴ്സണലി ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷന് വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ മറ്റു കോഴ്സുകളെക്കുറിച്ചൊക്കെ അറിയുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഹയർ എഡ്യൂക്കേഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.